ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സനിതാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെവർ വെച്ചിട്ടുള്ള സെന്റൻസുകളാണ്. നെവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും. നെവർ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് മുൻപ് ചിന്തിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് മുൻപ് ചിന്തിച്ചിട്ടില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ചിന്തിക്കുക എന്ന വാക്ക് തിങ്ക് എന്നാണ്. ചിന്തിക്കുക ഇംഗ്ലീഷിൽ എന്താണ്? തിങ്ക്. THINK. തിങ്ക് എന്ന് പറഞ്ഞാല് ചിന്തിക്കുക. തോട്ട് ആണെങ്കിലോ തിങ്കിന്റെ പാസ്റ്റ് ആണ് തോട്ട്. ചിന്തിച്ചു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എങ്ങനെ പറയാം? I have never thought about it before. I have never thought about it before. ബിഫോർ എന്ന വാക്കിന്റെ അർത്ഥം മുൻപ് എന്നാണ്. ആഫ്റ്റർ ആണെങ്കിലോ ശേഷം. ബിഫോർ മുൻപ്, ആഫ്റ്റർ ശേഷം. ഇത്രയും ചെറിയ ബാഗുകൾ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇത്രയും ചെറിയ ബാഗുകൾ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എങ്ങനെയാ പറയാ? I never saw such small bags before. I never saw such small bags before. ബിഫോർ എന്ന വാക്കിന്റെ അർത്ഥം മുൻപ്. അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. നീ പറയുന്നത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. നീ പറയുന്നത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. എങ്ങനെ പറയാം? ഡു എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യുക എന്നാണ്. DO. ഡു എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യുക. ഡിഡ് ആണെങ്കിലോ ചെയ്തു. ഡിഡ് ആണെങ്കിൽ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ സെന്റൻസിനെ മാറ്റി എഴുതാം? I will never do what you say. I will never do what you say. ഇനി ഒരിക്കലും അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി ഒരിക്കലും അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എങ്ങനെ പറയാം? I will never let that happen again. I will never let that happen again. I willന്റെ കൺട്രാക്ഷൻ ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കൺട്രാക്ഷൻ ഫോം എങ്ങനെയാണ് ഓരോന്നിന്റെ എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം. അവരും കണ്ടു നോക്കുക. നീ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. നീ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാം? You have never told me about that. You have never told me about that. അടുത്ത സെന്റൻസിലേക്ക് കടക്കാം. അവർ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. അവർ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. ഉപേക്ഷിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷില് ഗീവ് അപ്പ് എന്നാണ് പറയാ. ഉപേക്ഷിക്കുക എന്ന വാക്കിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാ? ഗീവ് അപ്പ്. ഗീവ് അപ്പ്. നെവർ ഗീവ് അപ്പ്. നെവർ ഗീവ് അപ്പ് നമ്മൾ പറയാറുണ്ട് അല്ലെ? ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. നെവർ ഗീവ് അപ്പ് യുവർ സ്റ്റഡീസ്. ഒരിക്കലും നിന്റെ സ്റ്റഡീസ് നീ ഉപേക്ഷിക്കരുത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അവർ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എങ്ങനെ പറയാം? They will never give up. They will never give up. ഞാൻ അവളെ ഒരിക്കലും കാണില്ല. ഞാൻ അവളെ ഒരിക്കലും കാണില്ല. നമ്മൾ പിണങ്ങിയൊക്കെ കഴിയുമ്പോ പറയാറുള്ള വാക്കാണ് അല്ലെ? ഞാൻ അവളെ ഒരിക്കലും കാണില്ല. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ? I will never meet her. I will never meet her. നീ ഒരിക്കലും തൃപ്തനല്ല. നീ ഒരിക്കലും തൃപ്തനല്ല. എങ്ങനെ പറയാം? തൃപ്തിയാകുക എന്ന വാക്ക് സാറ്റിസ്ഫൈ എന്നാണ്. തൃപ്തിയാകുക, സാറ്റിസ്ഫൈ. ക്ലിയർ അല്ലേ? അപ്പൊ സെന്റൻസ് എങ്ങനെയാന്ന് നോക്കാം. You are never satisfied. You are never satisfied. ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. ക്ഷമിക്കുക എന്നതിന് ഫോർഗീവ് എന്നാണ് പറയാ. ക്ഷമിക്കുക, ഫോർഗീവ്. അപ്പൊ എങ്ങനെയാണ് സെന്റൻസ് വരുന്നതെന്ന് നോക്കാം. I will never forgive you. I will never forgive you. എനിക്ക് നിന്നെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. എനിക്ക് നിന്നെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. എങ്ങനെയാ പറയാ? വെറുക്കുക എന്നതിന് ഹേറ്റ് എന്നാണ് പറയാ. വെറുക്കുക, ഹേറ്റ്. I could never hate you. I could never hate you. ഞങ്ങൾ കണ്ടത് ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ കണ്ടത് ഒരിക്കലും മറക്കില്ല. എങ്ങനെ പറയാം? മറക്കുക എന്നുള്ളതിന് ഫോർഗെറ്റ് എന്നാണ് പറയാ. മറക്കുക, ഫോർഗെറ്റ്. We will never forget what we saw. We will never forget what we saw. So, സീയുടെ പാസ്റ്റ് ആണ് സോ. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞാൽ കണ്ടു, അല്ലെങ്കിൽ കണ്ടത്. ഞങ്ങൾ കണ്ടത് ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ ആണ്, കഴിഞ്ഞു പോയതായതാണ് നമ്മള് സോ ചേർത്തത്. SAW, സോ, കണ്ടു. അടുത്ത സെന്റൻസ് പരിചയപ്പെടാം. അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടില്ല.
അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? I have never seen that happen before. I have never seen that happen before. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വാക്കും അതുമായി ബന്ധപ്പെട്ട കുറെ സെന്റൻസുമായിട്ട് വരുന്ന ക്ലാസ്സിൽ കാണാം. അപ്പൊ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.